ഇല്ല ദാസ, മരിക്കൊന്നുമില്ല. ശരി ശരി. ഹൈദരാബാദ് ലോഡിന് വേറെ വണ്ടി ശരിയായി കൊടുത്തു. പാലക്കാട്ടേക്ക് ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട്. ആ കൊച്ചിന് വരെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എത്തും, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കും. ആ ശരി. സിസ്റ്ററെ, ഈ കട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അതെവിടെ പോയിന്ന് അറിയില്ല. അറിയില്ലെന്നോ? ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് എങ്ങോട്ട് പോയി നിങ്ങൾ അറിയണ്ടേ? ഞങ്ങൾക്കത് നോക്കിയിരിക്കാൻ പറ്റുമോ? വെളുപ്പിനെ നോക്കുമ്പോ കട്ടിൽ ആളില്ല. കൂടെ ഒരാളുണ്ടായിരുന്നു. എനിക്കറിയില്ല. என்ன நல்லா தூக்கம் வருது. அப்படி என்ன பேசாம வந்து பாடு. நிம்மதியா தூங்குறேன்னா ஒரு மருந்து தான் தேவை. என்ன 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 போ போ. മണിയണ്ണ, ഓ പണ്ടാരടങ്ങി. ആരാ അത്? മണിയണ്ണ, ഞാനാ ചന്ദ്രൻ. നീ ഇപ്പൊ വരണ വഴിയാ? ആ അതെ. ഇന്ന് നമ്മുടെ പ്രേമനെ കണ്ടിരുന്നോ? ഇല്ല, അവൻ നിന്റെ കൂടെ വന്നില്ലേ? ഇവനിത് എവിടെ പോയി ചത്തി എടുക്ക? ഇവനൊക്കെ എടാ ചന്ദ്ര, വല്ല കുഴപ്പമുണ്ടാടാ? പന്നിയുടെ മോൻ. പന്നി ഇത് ഞാനാടാ. ആര്? ആരാന്ന്? നിന്റെ തന്ത. മനുഷ്യനോടെ ടെൻഷൻ അടിച്ചിട്ട് നിന്നോട് അവിടെ വെയിറ്റ് ചെയ്യാനടാ പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് ഞാൻ കാണായിരുന്നു. ആ സുമോക്കാർ വന്ന് എന്റെ ശവം പോലും കിട്ടുമായിരുന്നില്ല. അവരൊന്നാ പെണ്ണെ കൊണ്ടുപോയോ? പ്രേമൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോ? ചന്ദ്രേട്ടൻ വണ്ടി കൊണ്ട് ആശുപത്രിയുടെ ഗേറ്റ് കിടന്നപ്പോഴേക്കും ബോധം തെളിഞ്ഞു. ഉടനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരൊന്ന് രണ്ടാളെയും കൊല്ലുമെന്ന് പറഞ്ഞു മധു. ആര്? മധു. മാധുരിയേ? അതാരാ? മാധുരി എന്നാ പേര്. ഞാൻ മധു എന്നാ വിളിക്കണേ. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. എന്നിട്ട് മാധു എവിടെ പോയി? മാധു അല്ല, മധു. അകത്തുണ്ട്. എവിടെ? അവളകത്ത് ചന്ദ്രേട്ടന്റെ കട്ടിലുമ്പ കിടന്ന് ഉറങ്ങണ്ടെന്നേ. നല്ല ഉറക്ക. ഭയങ്കര അകത്തെ താട്ടേക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞ് പുറത്ത് താഴോട്ട് പൂട്ടിച്ച് ആ താക്കോലും വെച്ച് കിടന്ന് ഉറങ്ങണേ കള്ളി. ഈ പണ്ടാരത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആരാ പറഞ്ഞത്? ഞാൻ പിന്നെ കൊണ്ടുണ്ടു. പ്രായം കൂടുതൽ പെണ്ണല്ലേ, അതൊരു സുന്ദരി. അതിന് ഇവളെന്താ നിന്റെ പെങ്ങളാ? പെങ്ങളൊന്നുമല്ല. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല കളി. ഇട എന്താ ഏതാന്നറിയാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് ഒന്ന് വീട്ടിൽ കയറ്റി കിടത്താൻ നിനക്ക് അത്ര ബോധമല്ലേ? നാളെ നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് ചന്ദ്രേട്ടൻ പേടിക്കണ്ട. ചോദിച്ചവരോടൊക്കെ ഞാൻ ചന്ദ്രേട്ടൻ അമ്മാവന്റെ മോളെന്നാ പറഞ്ഞേ. അതെന്താ എന്റെ പേര് പറഞ്ഞ? പിന്നെ എന്റെ പേര് എത്തിയേക്കാൻ പറ്റുമോ? ഞാനൊരു കല്യാണം കഴിക്കാത്തേക്കനാ. നമ്മുടെ വണ്ടി ഇടിച്ചൊരു പെണ്ണിനെ പെരുവഴിലിട്ട് പോരാൻ എന്റെ മനസ്സത്ര കാര്യങ്ങളൊന്നല്ല. ചന്ദ്രന്റെ പെങ്ങളാണെങ്കിൽ അങ്ങനെ പറയോ? എടാ, അവളുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. ആ സുമോല് വന്ന ഉദ്ദേശം എന്താ? അതവരവളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നല്ലേ. എന്റെ ചന്ദ്രേട്ടൻ വിചാരിക്കണം പോലത്തെ പെണ്ണൊന്നല്ല മധു. വലിയത് വീട്ടിലെ കുട്ടിയാ, വലിയ കാശുകാരാ. എന്തായാലും എന്റെ വീട്ടിൽ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇതും കൂടെ തലയെ കയറ്റി വെക്കാൻ വയ്യ. ഞാൻ കയറ്റിക്കൊള്ളാം. ചന്ദ്രേട്ടൻ വിഷമം വിചാരിക്കരുത്. എന്നെ അവൾക്ക് വലിയ ഇഷ്ടാ. എനിക്കും എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കാണ് ചന്ദ്രേട്ടാ. ഓഹോ, തുറന്നോളൂ. താങ്ക് യു. നാളെ നേരം വെളുക്കുമ്പോ അധ്യായം തുറന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. എങ്ങോട്ട്? എനിക്കറിയില്ല. നാളെ രണ്ടിനെ എന്റെ കൺമുന്നിൽ കണ്ട ആ അധ്യായം അടയ്ക്കേണ്ടി വരും.
பாத்துட்டு இருக்கேன். ஏன் எழுந்திருக்கல? மணி 10 ஆயிடுச்சு. ஏன் பேச மாட்டீங்கற? என்கிட்ட பிணக்கமா? ஐயே அசிங்கம். നോക്കണ്ട. പോയിക്കോ പോയിക്കോ. വിട്ട് വാങ്ങാൻ പോക മാട്ടേ. പ്രേമ പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ. അവനിപ്പോ ഒരു ആനമുട്ട കിട്ടിയിട്ടുണ്ട്. നിക്കടിയാടാ. യവനെ നമ്പി നീ മുട്ടയിട്ടാ നീ പെടും. യവന് ലോകത്തുള്ള സകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം ആശ. ചാത്തൻ മച്ചാ പറഞ്ഞ അനാവശ്യം പറയരുത്. മിണ്ടരുത്. അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. അവളിരുന്ന് പൊരുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക്. മുട്ട തിന്നുന്ന മുട്ടയെ പോലെ എന്താടാ അവള് ചത്തോ? അവളകത്തില്ല, മുങ്ങിയതാ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം അവള് മുങ്ങും. കള്ളി അവള്, കള്ളി. വല്ലോ കട്ടോണ്ട് പോയിട്ടോ നോക്ക്. ഓ, കട്ടണ പോലെ ഇരിക്കല്ലേ? എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര. മുട്ട പൊട്ടി. പോയി അന്വേഷിക്കും. പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ട. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തയുടെ മറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല ചേട്ടാ, ഞാനും അതന്നെ ചെയ്തേ. ശരി. ആരോട് ചോദിച്ചിട്ടാടി ഈ സാരി എടുത്തത്? ആരോടും ചോദിച്ചില്ല. പെട്ടിയിൽ സാരികൾ ഇരിക്കണ കണ്ടപ്പോ ഒന്ന് ഞാൻ എടുത്തു. നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? ഇതാരാന്നറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. അതൊക്കെ മധു എങ്ങനെ അറിയാനാ? മിണ്ടരുത്. ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. തിരിച്ചു വരുമ്പോ ഇവളെ ഇവിടെ കണ്ട കൊല്ലും ഞാൻ നിന്നെ. എന്തിനാ സാരി എടുത്തേ? ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരിക്കുന്നത് അതൊക്കെ. ആരുടെ അത്? ഇന്ദ്രേച്ചിയുടെ. ബ്ലൗസ് മധു പോവാന്ന് സമാനായില്ലേ? നീ എന്താ കൂടെ പോരുന്നില്ലേ? അധ്യായം അടച്ചോ? അടച്ചിട്ടൊന്നുമില്ല. അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അഡ്രസ് അത് ശരിയാണെന്നെന്താ ഉറപ്പ്? എടാ, അവള് തിരുമുടിഞ്ഞ കള്ളിയാ. അല്ലെങ്കിൽ രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് പറ്റിക്കൂടാൻ നോക്കൂ. അവൾ അങ്ങനെ പറ്റിക്കൂടാൻ നോക്കിയോന്നല്ല. അവളുടെ പാന്റ് ഷർട്ട് തുടങ്ങണ വരെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് എടുത്തു. ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചേക്കണ സാധനം അവൾക്കറിയില്ലല്ലോ. നിനക്കും അവൾക്ക് ഇതുപോലെ ഒരു സാരിയും ബ്ലൗസ് വരയ്ക്കും. പക്ഷെ എനിക്കങ്ങനല്ല. ഇതൊക്കെ എന്റെ ജീവിതം.